നമുക്കിന്ന് പഠിക്കാനുള്ളത് BCS തിയറിയാണ്. ബെർഡീൻ, കൂപ്പർ ആൻഡ് ഷ്രീഫർ പ്രപ്പോസ് ചെയ്ത തിയറിയാണ് BCS തിയറി. 1957 ബെർഡീനും കൂപ്പറും ഷ്രീഫറും കൂടെ പ്രപ്പോസ് ചെയ്ത തിയറിയാണ് BCS തിയറി എന്ന് പറയുന്നത്. ഇതൊരു മൈക്രോസ്കോപ്പിക് തിയറിയാണ്. ഈ മൈക്രോസ്കോപ്പിക് തിയറി പ്രപ്പോസ് ചെയ്തത് 1957 ബെർഡീനും കൂപ്പറും ഷ്രീഫറും കൂടെയാണ് പ്രപ്പോസ് ചെയ്തത്. ആ തിയറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് BCS തിയറി. BCS തിയറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, BCS തിയറി വെച്ച് നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫിനോമിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. സോ BCS തിയറിയുടെ പ്രത്യേകത എന്താ? സൂപ്പർ കണ്ടക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫിനോമിനും നമുക്ക് ഈ BCS തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ BCS തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ആണ് പറയുന്നത്. ഈ ഇലക്ട്രോൺ ഇൻട്രാക്ഷനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് ഫോനോൺ ആണ്. ഫോനോൺ എന്താ? ഈ ഫോനോൺ നമ്മൾ ഫോട്ടോൺ കേട്ടിട്ടുണ്ട്. എന്താ ഫോട്ടോൺ? ഇലക്ട്രോമാഗ്നറ്റിക് എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജിയെ നമ്മൾ ക്വാണ്ട ആയിട്ട് പറഞ്ഞാൽ ക്വാണ്ടം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി അല്ലെ ക്വാണ്ടം ഓഫ് ലൈറ്റ് എനർജിയാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. അതുപോലെ മെക്കാനിക്കൽ വൈബ്രേഷൻസിൻ്റെ എനർജി ഉണ്ട്. മെക്കാനിക്കൽ വൈബ്രേഷൻസിൻ്റെ എനർജിയുടെ ക്വാണ്ടമാണ് ഫോനോൺ എന്ന് പറയുന്നത്. സോ എന്താണെന്ന് മനസ്സിലായി കാണും. അതായത് ഫോട്ടോൺ എന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ക്വാണ്ടമായിട്ട് പറയുന്നതാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണ്. ലൈറ്റിൻ്റെ കേസിലാണ് നമ്മൾ ഫോട്ടോൺ പറയുന്നത്. അപ്പം ഫോട്ടോൺ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയുടെ ഒരു ക്വാണ്ടം അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ് യൂണിറ്റ്, ഒരു ചെറിയ യൂണിറ്റ്സ് ആണ്. അതാണ് ക്വാണ്ടം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ചെറിയ യൂണിറ്റ്സ് ആണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. അതുപോലെ വൈബ്രേഷണൽ മെക്കാനിക്കൽ എനർജിയുടെ ചെറിയ യൂണിറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഫോനോൺ എന്ന് പറയുന്നത്. അപ്പോൾ BCS തിയറി പറയുന്നത് എന്താണ്? ഇലക്ട്രോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ്. അവിടെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ആരാണ്? ഫോനോൺ ആണ് എന്ന് ഓർത്തിരിക്കുക. ഈ BCS തിയറിയുടെ മെയിൻ ഐഡിയ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച 2 എഫക്റ്റ് ഉണ്ട്. ഒന്നെന്താ? ഐസോട്ടോപ്പ് എഫക്റ്റ്. നമ്മൾ ഓർക്കുന്നില്ലേ? മാക്സ്വെൽ എന്താ പറഞ്ഞത്? ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറ്റോമിക് വെയ്റ്റിൻ്റെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണെന്ന് മാക്സ്വെൽ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഐസോട്ടോപ്പിക് എഫക്റ്റ് പറഞ്ഞില്ലേ? അപ്പം ഈ ഐസോട്ടോപ്പ് എഫക്റ്റും അതുപോലെ വേരിയേഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റ് വിത്ത് ടെമ്പറേച്ചറിനനുസരിച്ച് സ്പെസിഫിക് ഹീറ്റിലുണ്ടാവുന്ന വേരിയേഷനും, ഈ 2 കാര്യങ്ങൾ പഠിച്ചിട്ട് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ടാണ് BCS തിയറിയുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. സോ BCS തിയറിയുടെ മെയിൻ ഐഡിയ എവിടെ നിന്ന് വന്നതാണ്? ഒന്ന് ഐസോട്ടോപ്പ് എഫക്റ്റും അതുപോലെ രണ്ടാമത്തെ കാര്യം വേരിയേഷൻ ഓഫ് സ്പെസിഫിക് ഹീറ്റിൽ വേരിയേഷൻ ഉണ്ടാവും. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് സ്പെസിഫിക് ഹീറ്റിൽ വേരിയേഷൻ ഉണ്ടാവും. സോ ഈ 2 കാര്യങ്ങളുടെ എക്സ്പെരിമെൻ്റൽ റിസൾട്ടിൽ നിന്നാണ് BCS തിയറിയുടെ മെയിൻ ഐഡിയ വന്നേക്കുന്നത്. നമുക്ക് BCS തിയറി ഒന്ന് ഡിസ്കസ് ചെയ്യാം. BCS തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോൺസ് ഒരു സോളിഡിൽ കൂടെ ട്രാവൽ ചെയ്യുകയാണ്. ഇലക്ട്രോൺസ് ഒരു സോളിഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും? സോളിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ലാറ്റിസ് വൈബ്രേഷൻസ് കാണും. ഒരു സോളിഡിനകത്ത് ലാറ്റിസ് വൈബ്രേഷൻസ് കാണും. സോ ഇലക്ട്രോൺ ഈ സോളിഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ലാറ്റിസ് വൈബ്രേഷൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഒരു സോളിഡ് എടുക്കുക. സോളിഡിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡിനകത്ത് പാർട്ടിക്കിൾസ് ടൈറ്റ്ലി പാക്ഡ് ആണ്. പക്ഷേ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വൈബ്രേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ലാറ്റിസ് വൈബ്രേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുമ്പോൾ എന്തു പറ്റും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ഇലക്ട്രോൺസ് ഈ ലാറ്റിസ് വൈബ്രേഷൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഒരു സോളിഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പം ഇലക്ട്രോൺസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ലാറ്റിസ് വൈബ്രേഷൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ലാറ്റിസിൻ്റെ വൈബ്രേഷൻ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. ലാറ്റിസിൻ്റെ വൈബ്രേഷനിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്ത് പറയുന്നത് എന്തിൻ്റെ ടേംസിലാണ്? ഫോനോൺസിൻ്റെ ടേംസിലാണ്. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഫോനോൺ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഇലക്ട്രോൺ ഫോനോൺ ഇൻട്രാക്ഷൻ? അതാണ് ഒന്നാമത്തെ കാര്യം. ഫസ്റ്റ് ഓർത്തിരിക്കുക, എന്താണ് ഫോനോൺ? വൈബ്രേഷണൽ മെക്കാനിക്കൽ എനർജിയെ ഓരോ ക്വാണ്ടമായിട്ട് പറയുന്നതിനെയാണ് ഫോനോൺ എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോൺസ് ഒരു സോളിഡിൽ കൂടെ ട്രാവൽ ചെയ്യുകയാണ്. സോളിഡിന് ലാറ്റിസ് വൈബ്രേഷൻസ് ഉണ്ട്. ഇലക്ട്രോൺ ഇങ്ങനെ സോളിഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാരണം ഇലക്ട്രോൺസ് ഈ ലാറ്റിസ് വൈബ്രേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും.
അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പം ലാറ്റിസ് വൈബ്രേഷനകത്ത് ഡിസ്റ്റോഷൻ ഉണ്ടാവും. ലാറ്റിസ് വൈബ്രേഷനകത്ത് ഡിസ്റ്റോഷൻ ഉണ്ടാവുന്നതിനെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്ത് പറയുന്നത് ഫോനോണിൻ്റെ ടേംസിലാണ്. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഫോനോൺ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ ഫോനോൺ ഇൻട്രാക്ഷൻ കാരണം എന്ത് സംഭവിക്കും? ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യും. ഇലക്ട്രോൺ ഫോനോൺ ഇൻട്രാക്ഷൻ കാരണം ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യും. ഇങ്ങനെ സ്കാറ്റർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. സോ നമ്മൾ എന്താ പറഞ്ഞേ? ഇലക്ട്രോൺ സോളിഡിനകത്തൂടെ ട്രാവൽ ചെയ്യുമ്പം സോളിഡിൻ്റെ ലാറ്റിസ് വൈബ്രേഷനുമായിട്ട് ഇലക്ട്രോൺ ഇൻട്രാക്ട് ചെയ്യും. ഇൻട്രാക്ട് ചെയ്യുമ്പം ലാറ്റിസ് വൈബ്രേഷൻസിൽ ഡിസ്റ്റോഷൻ ഉണ്ടാവും. ഈ ഡിസ്റ്റോഷൻ ഫോനോണിൻ്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ഇലക്ട്രോൺ ഫോനോൺ ഇൻട്രാക്ഷൻ. ഇലക്ട്രോൺ ഫോനോൺ ഇൻട്രാക്ഷൻ കാരണം ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യും. അങ്ങനെ സ്കാറ്റർ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാകും. ഇനി നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് വൈബ്രേഷൻ കൂടും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിൽ പറയാം, ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ഫോനോണിൻ്റെ എണ്ണത്തിൽ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് ഫോനോണിൻ്റെ നമ്പർ ഓഫ് ഫോനോൺ കൂടും ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച്. സോ നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രോൺ ഫോനോൺ ഇൻട്രാക്ഷൻ ഏറ്റവും സെൻസിറ്റീവ് വിത്ത് ടെമ്പറേച്ചർ. അത് എപ്പോഴാണ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആവുന്നത്? ലോ ടെമ്പറേച്ചറിലാണ്. അതായത് ലോ ടെമ്പറേച്ചർ റീജിയണിൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയിൽ കാര്യമായ മാറ്റമുണ്ടാവും. ഇനി നമ്മൾ പറയുന്നത് എന്താ? ഇനി നമ്മൾ BCS തിയറിക്കകത്ത് പറയുന്നത് ഇലക്ട്രോൺ ഫോനോൺ ഇൻട്രാക്ഷൻ കാരണം രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഇലക്ട്രോൺ ഫോനോൺ ഇൻട്രാക്ഷൻ കാരണം രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതെങ്ങനെ നടക്കും? രണ്ട് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇവർ രണ്ടും തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളപ്പോൾ കൺസിഡർ ചെയ്യുകയാണ് ഒരു ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ ഒരു വിർച്വൽ ഫോനോണിനെ എമിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു ഇലക്ട്രോൺ അത് എന്ത് ചെയ്തു? ഒരു വിർച്വൽ ഫോനോൺ എമിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അതേസമയം വേറൊരു ഇലക്ട്രോൺ ഈ വിർച്വൽ ഫോനോണിനെ അബ്സോർബ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തു പറ്റും? ഒരു ഇലക്ട്രോൺ ഒരു ഫോനോണിനെ എമിറ്റ് ചെയ്തു, വേറൊരു ഇലക്ട്രോൺ ഇതേ ഫോനോണിനെ അബ്സോർബ് ചെയ്തു. അപ്പം ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇലക്ട്രോണിൻ്റെ എനർജി ചേഞ്ചിനെയും ഡിപ്പെൻഡ് ചെയ്യും, ഫോനോണിൻ്റെ എനർജിയെയും ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ ഫോനോൺ എനർജി ഇലക്ട്രോണിൻ്റെ എനർജിയേക്കാൾ കൂടുതലാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ട് ഇലക്ട്രോൺ പറഞ്ഞു, ഒരു ഇലക്ട്രോൺ ഒരു ഫോനോണിനെ എമിറ്റ് ചെയ്തു, മറ്റേ ഇലക്ട്രോൺ ഈ ഫോനോണിനെ അബ്സോർബ് ചെയ്തു. ഇനി നമ്മൾ ഈ ഇലക്ട്രോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻട്രാക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ എനർജി ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫോനോണിൻ്റെ എനർജിയും ഡിപ്പെൻഡ് ചെയ്യും. ഫോനോണിൻ്റെ എനർജി ഇലക്ട്രോണിൻ്റെ എനർജിയേക്കാൾ കൂടുതലാണെങ്കിൽ, ഫോനോണിൻ്റെ എനർജി ഇലക്ട്രോണിൻ്റെ എനർജിയേക്കാൾ കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺസ് തമ്മിൽ അട്രാക്ഷനാണ് ഉണ്ടാവുക. ഫോനോണിൻ്റെ എനർജി ഇലക്ട്രോണിൻ്റെ എനർജിയേക്കാൾ കൂടുതലാണെങ്കിൽ ഈ രണ്ട് ഇലക്ട്രോൺ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. രണ്ട് ഇലക്ട്രോൺ തമ്മിൽ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ, ഈ പെയറിനെയാണ് നമ്മൾ കൂപ്പർ പെയർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവുന്ന ഇലക്ട്രോൺ പെയറാണ് കൂപ്പർ പെയർ എന്ന് വിളിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഇവർ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടാവുന്ന ഒരു ഫോനോൺ ഫീൽഡിലാണ്. ആ പെയറിനെ വിളിക്കുന്ന പേരാണ് കൂപ്പർ പെയർ. സോ എന്താണ് കൂപ്പർ പെയർ? നമ്മൾ ഒന്നുകൂടെ പറയുവാണ്. ഒരു ഇലക്ട്രോൺ ഒരു ഫോനോണിനെ എമിറ്റ് ചെയ്തു, വേറൊരു ഇലക്ട്രോൺ ആ ഫോനോണിനെ അബ്സോർബ് ചെയ്തു. ഇങ്ങനെ വരുമ്പം ഈ ഇലക്ട്രോൺ തമ്മിലുള്ള ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ഡിസൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്: ഇലക്ട്രോണിക് എനർജിയുടെ മാഗ്നിറ്റ്യൂഡും ഫോനോൺ എനർജിയുടെ മാഗ്നിറ്റ്യൂഡും. ഫോനോൺ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് കുറവും, ഫോനോൺ എനർജിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഇൻട്രാക്ഷനാണ് ഉണ്ടാവുന്നത്. അതായത് ആ ഫോനോൺ ഫീൽഡിൽ ഇവർ തമ്മിൽ അട്രാക്റ്റ് ചെയ്തൊരു പെയർ ഫോം ചെയ്യും. ആ പെയറിനെയാണ് നമ്മൾ കൂപ്പർ പെയർ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു കൂപ്പർ പെയറിനകത്ത് രണ്ട് ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോൺസിന് ഫോനോൺ ഫീൽഡ് കാരണം, അതായത് VPH എന്ന് നമ്മൾ വിളിക്കുന്ന ഫോനോൺ ഫീൽഡ് കാരണം ഒരു അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ഉണ്ട്. VPH എന്ന് പറയുന്ന അട്രാക്റ്റീവ് ഇൻട്രാക്ഷനും ഉണ്ട്. പക്ഷേ ഇവർ സെയിം എനർജിയാണ്. ദാറ്റ് മീൻസ് രണ്ടും നെഗറ്റീവ് എനർജി, ഇലക്ട്രോൺ അല്ലേ, രണ്ടും നെഗറ്റീവ് എനർജിയാണ്. അത് കാരണം ഇവർ തമ്മിലൊരു റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷനാണ് VC എന്ന് പറയുന്നത്. സോ അട്രാക്ഷൻ VPHും റിപ്പൽഷൻ VCയുമാണ്.
ഇനി സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ ഏതായിരിക്കും കൂടുതൽ? സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ അട്രാക്ഷൻ ആണ് കൂടുതൽ, VPH ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നെറ്റ് ഇൻട്രാക്ഷൻ എന്ത് വരും? ഇലക്ട്രോൺസ് തമ്മിൽ അട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ. സോ കൂപ്പർ പെയറിനകത്ത് ഇലക്ട്രോൺസ് തമ്മിൽ അട്രാക്ഷനാണ് കൂടുതൽ. കാരണം എന്താ? ഫോനോൺ എനർജി ഫീൽഡ് കാരണമാണ് ഈ അട്രാക്ഷൻ ഉണ്ടാവുന്നത്. അതായത് ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും കുറവാണെങ്കിൽ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും കുറവാണെങ്കിൽ ഇലക്ട്രോൺ കൂളംബ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കുറവാണ്. എന്തിനേക്കാളും? ഇലക്ട്രോൺ ലാറ്റിസ് ഇലക്ട്രോൺ ഇൻട്രാക്ഷനേക്കാളും കുറവാണ് ഇലക്ട്രോൺ കൂളംബ് ഇൻട്രാക്ഷൻ. അതായത് ഇലക്ട്രോൺസ് തമ്മിലുള്ള റിപ്പൽഷൻ കുറവാണ്, ഇലക്ട്രോൺ തമ്മിലുള്ള അട്രാക്ഷനാണ് കൂടുതൽ. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂപ്പർ പെയറിനകത്ത് ഇലക്ട്രോൺ ഇരിക്കുമ്പം, അല്ലെങ്കിൽ ഇലക്ട്രോൺ നമ്മുടെ ബോണ്ട് സ്ട്രക്ചറിനകത്ത് ഇരിക്കുമ്പം, അവർ തമ്മിൽ പെയർ ആയിട്ടിരിക്കുമ്പം അവരുടെ എനർജി ലെവൽ കുറവാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് ഇലക്ട്രോൺ ഇരിക്കുന്നതിലും എനർജി ലെവൽ കുറവാണ് ഇലക്ട്രോൺ എങ്ങനെ ഇരിക്കുമ്പം? പെയർ ചെയ്തിരിക്കുമ്പം. എനർജി ലെവൽ കുറവുള്ള സ്റ്റേജിലേ ഇലക്ട്രോൺ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിന് എങ്ങനെ ഇരിക്കാനാണ് താല്പര്യം? കൂപ്പർ പെയറിൽ ഇരിക്കാനാണ് താല്പര്യം. സോ 0 കെൽവിന് ഇരിക്കുമ്പം, ടെമ്പറേച്ചർ 0 കെൽവിൻ ആയിരിക്കുമ്പം കൂപ്പർ പെയർ കംപ്ലീറ്റഡ് ആയിരിക്കും. ടെമ്പറേച്ചർ 0 കെൽവിൻ ആണെങ്കിൽ കൂപ്പർ പെയർ കംപ്ലീറ്റഡ് ആയിരിക്കും. മെറ്റീരിയൽ എന്തായിട്ട് ബിഹേവ് ചെയ്യും? സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും. എന്നാൽ ടെമ്പറേച്ചർ കൂട്ടി എപ്പോഴാണോ ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോണത്, ആ ഒരു പോയിന്റ് എത്തുമ്പോഴത്തേനും കൂപ്പർ പെയർ മുഴുവൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. സോ 0 കെൽവിനിൽ കൂപ്പർ പെയർ കംപ്ലീറ്റ് ആയിരിക്കും, മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടറായിട്ട് ബിഹേവ് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടി ട്രാൻസിഷൻ ടെമ്പറേച്ചർ ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ കൂപ്പർ പെയർ മൊത്തമായിട്ട് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ ഫെർമി സർഫസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അതായത് നോർമൽ ഇലക്ട്രോൺ സ്റ്റേറ്റ് എനർജി ഗ്യാപ്പിന് മുകളിലായിരിക്കും. ഫെർമി സർഫസ് നോക്കിയാൽ നോർമൽ ഇലക്ട്രോൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എനർജി ഗ്യാപ്പിന് മുകളിലായിരിക്കും. സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബിലോ എനർജി ഗ്യാപ്പ് ആയിരിക്കും. ഫെർമി സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ഇലക്ട്രോൺ സ്റ്റേറ്റ് എനർജി ഗ്യാപ്പിന് മുകളിലും ആയിരിക്കും, സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് ബിലോ എനർജി ഗ്യാപ്പ് ആയിരിക്കും. അപ്പോൾ അബ്സല്യൂട്ട് 0 കെൽവിന് എന്ത് പറ്റും? കൂപ്പർ പെയർ കംപ്ലീറ്റ് ആയിരിക്കും. അതായത് ഇലക്ട്രോൺ മൊത്തം എവിടെയായിരിക്കും? സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിൽ ബിലോ ഗ്യാപ്പ്, എനർജി ബിലോ ഉള്ള ഗ്യാപ്പിലായിരിക്കും, ബിലോ ഉള്ള സ്റ്റേറ്റിലായിരിക്കും. അതായത് സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റിലായിരിക്കും ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നത്. ഇനി ട്രാൻസിഷൻ ടെമ്പറേച്ചർ ക്രോസ് ചെയ്യുമ്പം ഇലക്ട്രോൺസ് എനർജി അക്വയർ ചെയ്യും, എങ്ങോട്ട് പോവുകയും ചെയ്യും? നോർമൽ സ്റ്റേജിലേക്ക് പോവും. ഫെർമി ലെവലിന് മുകളിലുള്ള നോർമൽ ഇലക്ട്രോൺ സ്റ്റേറ്റിലേക്ക് ആര് പോവും? ഇലക്ട്രോൺസ് പോവുകയും ചെയ്യും. ഇനി BCS തിയറി അനുസരിച്ച് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ എക്സ്പ്രഷൻ TC എന്ന് പറയുന്നത് എന്താണ്? 1.14 θD e⁻⁻1 ഡിവൈഡഡ് ബൈ Vn ഓഫ് EF ആണ്. θD എന്ന് പറയുന്നത് ഡിബേ ടെമ്പറേച്ചറാണ്. θD എന്താണ് ഇവിടെ? ഡിബേ ടെമ്പറേച്ചറാണ്. N ഓഫ് EF എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്. അതായത് ഫെർമി സർഫസിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ് N ഓഫ് EF എന്ന് പറയുന്നത്. V എന്ന് പറയുന്നത് നെറ്റ് അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ആണ്. നമ്മൾ V നേരത്തെ പറഞ്ഞു, VPHും VCയും വരുമ്പം PH ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, VC കുറവാണെന്ന് പറഞ്ഞു. സോ V എന്ന് പറയുന്നത് നെറ്റ് അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ആണ്. സോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ എക്സ്പ്രഷൻ TC എന്ത് വരും? 1.14 θD e⁻⁻1 ഡിവൈഡഡ് ബൈ V ഇൻറ്റു N ഓഫ് EF എന്ന് വരും. സോ BCS തിയറി എന്ന് പറയുന്നതിന് എന്തൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? മീസ്നർ എഫക്റ്റ്, കൊഹറൻസ് ലെങ്ത്, അതുപോലെ എനർജി ഗ്യാപ്പ് പാരാമീറ്റേഴ്സ്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത ഒരു തിയറിയാണ് BCS തിയറി എന്ന് പറയുന്നത്. മീസ്നർ എഫക്റ്റും കൊഹറൻസ് ലെങ്തും എനർജി ഗ്യാപ്പ് പാരാമീറ്റേഴ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയാണ് BCS തിയറി എന്ന് പറയുന്നത്. താങ്ക് യു.